ഹലോ ഗൈസ്, ഞാനൊരു വാട്ടർ ഹീറ്ററിനിടെ എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. ദോശയുടെ കാര്യം ഏകദേശം തീരുമാനമായെന്ന് തോന്നുന്നു. ആ ചട്ടി അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ആ ദോശയും ചട്ടി ഒരുപോലെ നാശമായെന്ന് മനസ്സിലായപ്പോൾ അത് നൈസായിട്ട് അമ്മേനെ ഇങ്ങനെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് പോയി ഒരു ഗ്ലാസ് ചായ എടുത്തങ്ങ് കുടിച്ചു. ആ ചായ അങ്ങ് കുടിച്ചു തീരുമ്പോഴേക്കും അമ്മ ദോശ ചട്ടിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പോയി വീണ്ടും അതിൽ തലട്ട്. ഇപ്രാവശ്യം ദോശ ചതിച്ചില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണെന്ന് മനസ്സിലായല്ലോ. ദോശയുടെ ഒപ്പം ഏറ്റവും ബെസ്റ്റ് കോംബോ എന്താണെന്ന് അറിയോ? തേങ്ങാ ചട്നി ഓർ സാമ്പാർ. ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും എന്റെ ഫേവറേറ്റ് സാമ്പാറാണ്. നമ്മുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോന്ന് ഉണ്ടാക്കി തരാൻ നമ്മുടെ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും പറ്റൂല അല്ലെ. ഞാനും ചിന്നു എണീറ്റ് വരുമ്പോഴേക്കും അമ്മ ഇവിടെ കിഡിലൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ആ ദോശ ചുടല് ചിന്നൂടെ അങ്ങ് ഏൽപ്പിച്ച് ഞാൻ കഴിക്കാൻ നിന്ന് ഓരോന്ന് തിന്ന് തീരുമ്പോഴേക്ക് ചുട്ടു തരാൻ ഓർഡറും കൊടുത്ത്. ഏട്ടന്റെ വീട്ടിൽ നിന്ന് എന്നും ഓരോ മുട്ട കഴിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പം ഇവിടെ നിൽക്കാൻ വരുന്ന സമയത്തൊക്കെ അമ്മ രാവിലെ തന്നെ മുട്ട പുഴുങ്ങി വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആ പുഴുങ്ങിയ മുട്ട എടുത്ത് കഴിച്ചു. അതും കഴിച്ച് ഒരു കാര്യമില്ലാണ്ട് കുറെ സമയം റെസ്റ്റും എടുത്ത് ഉച്ചയ്ക്കാണ് കേട്ടോ പോയി കുളിച്ചത്. ഉച്ചയ്ക്ക് ഇന്ന് എരുന്ത് കറിയും എന്തോ ഒരു മീൻ പൊരിച്ചതായിരുന്നു. എരുന്ത് ഞങ്ങളുടെ ഇവിടെയൊക്കെ തോടോട് കൂടി തന്നെയാണ് കറി വെക്കുക. അധികം കട്ടില്ലാണ്ട് ലൂസായിട്ട് തേങ്ങ അരച്ച് വെച്ച് എരുന്ത് കറി ആയിരുന്നു കേട്ടോ. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ചോറിൽ രസമൊക്കെ ഒഴിക്കൂലേ, അതുപോലെ അങ്ങ് കറി ഒഴിക്കണം. എന്നിട്ട് അങ്ങ് വാരി തിന്ന. അതിന്റെ പൊന്നോ അടിപൊളിയാണ്. എന്റെ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചോറിനേക്കാൾ കൂടുതൽ ഞാൻ എരുന്താണ് കഴിച്ചത്. കിടിലനായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് നിന്ന് പോയി കിടന്ന് ഉറങ്ങിയതാണ്. പിന്നെ എണീക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ആണെങ്കിൽ ഞങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കി. അത് കഴിച്ചതിന് ശേഷം രാത്രി പിന്നെ ഒന്നും കഴിച്ചില്ല. ഇതൊരു സ്പെഷ്യൽ നൂഡിൽസ് ആണ് കേട്ടോ. അതായത് കൊറിയൻ ഗ്ലാസ് നൂഡിൽസ്. ഇതിന്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.